ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. പിന്നെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നടക്കാന്നല്ലാതെ 15 ലക്ഷം രൂപ ആളുകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഗ്യാരണ്ടി പറഞ്ഞവരാ. ഒരു നോ ഗ്യാരണ്ടി. വോട്ട് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതൊക്കെ. അപ്പോൾ തൃശ്ശൂർ ആൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്നുള്ളതും. ആര് ജയിച്ചാലും നാടിന് നന്മ ചെയ്യുന്ന ആരായാലും ജയിക്കണം, അതാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെയാണ് കരുണാകരനല്ല ആദ്യം ജയിക്കേണ്ടത്, മുരളിയിലല്ലോ. നാടിന് ഉപകാരം ചെയ്ത ആളല്ലേ, ആളെ തോൽപ്പിച്ച കോൺഗ്രസ് തന്നെയാണ്. പിന്നെ മുരളി ജയിക്കില്ല. സുരേഷ് ഗോപി എപ്പോഴും നമ്മളെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ഇവിടെ കെ മുരളീധരൻ ജയിക്കാനാണ് കൂടുതൽ സാധ്യത. കെ മുരളീധരൻ ഇവിടുന്ന് പോയാലേ കാര്യമുള്ളൂ, വേറൊരു സ്ഥാനാർത്ഥി ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. ബാക്കി ഉള്ള ആര് ജയിച്ചാലും ഇവിടുന്ന് പോയിട്ട് ഈ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനല്ലേ. അപ്പോൾ പിന്നെ കെ മുരളീധരൻ മാത്രം ജയിച്ചിട്ട് ഇവിടെ കാര്യമുള്ളൂ. കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ തൽക്കാലം അധികാരം തുടരില്ല. കാരണം അതിൻ്റെയുള്ള മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങിയത്. ഇന്ന് കാലത്ത് കണ്ട വാർത്ത, അമിത്ഷാ പെട്ടെന്ന് വരുന്നു, അവിടുന്ന് വരുന്ന TV ചാനൽ റിപ്പോർട്ടുകളൊക്കെ തടഞ്ഞു വയ്ക്കുന്നു, സർവേകൾ തടഞ്ഞു വയ്ക്കുന്നു. അതുപോലെ കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഒരു സീറ്റാണ് കിട്ടിയത്, ആ കർണാടകയിൽ മാറ്റം സംഭവിക്കും. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിന് 1-2 സീറ്റുകൾ കിട്ടിയിരുന്ന സ്ഥലത്തൊക്കെ 10-15 സീറ്റുകളിൽ വ്യത്യാസം വരും. ഇന്ത്യ മുന്നണി ഷുവറായിട്ടും ഇത്തവണ അധികാരത്തിൽ വരും. പിന്നെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നടക്കാന്നല്ലാതെ 15 ലക്ഷം രൂപ ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി പറഞ്ഞവരാ. നോ ഗ്യാരണ്ടി, ഒരു ഗ്യാരണ്ടി ഇല്ല. പെട്രോളിന് ഡീസലിന് 50 രൂപ വെച്ച് നാട്ടുകാർക്ക് മൊത്തം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരാ, ആ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഗ്യാരണ്ടിയിലൊന്നും വലിയ കഥയില്ലാത്ത പോലെയാണ് മൊത്തം കാണുന്നത്. സുരേഷ് ഗോപി 5 വർഷമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ആ മുക്കിലും മൂലയിലൊക്കെ ഒരുപാട് ആളുകളെ സഹായിക്കലും കാര്യങ്ങളൊക്കെ. സുരേഷ് ഗോപി തൃശ്ശൂർ മുക്കിലും മൂലയിലും പള്ളിയിലും അമ്പലത്തിലൊക്കെ കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാലം സുരേഷ് ഗോപി ഇവിടെ 2 ഇലക്ഷനിലും മത്സരിച്ചു, 2 ഇലക്ഷനിലും 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുന്നതല്ലേ. കൊല്ലത്താണല്ലോ അദ്ദേഹത്തിൻ്റെ ദേശം, അവിടെ എന്തോരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യായിരുന്നു, ഒരാൾക്ക് പോലും അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു ഇലക്ഷനിൽ കുറച്ച് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറുന്നു, അമ്പലത്തിൽ കയറുന്നു, മുസൽമാൻ്റെ കൂടെ നോമ്പ് തുറക്കുന്നു, ഇതൊക്കെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വി എസ് സുനിൽകുമാർ ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. വി എസ് സുനിൽകുമാർ ജയിച്ചിട്ട് CPIയുടെ ഒരു MP മാത്രം അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? അല്ല, ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ചാണല്ലോ. വി എസ് സുനിൽകുമാർ ജയിച്ചാലും ഇന്ത്യ മുന്നണി ഒരു കൂടെ നിൽക്കുന്ന അതിലും നല്ലതല്ലേ ഇന്ത്യ മുന്നണി ഇവിടുന്ന് കെ മുരളീധരൻ ജയിച്ച് മന്ത്രിയാവണമെങ്കിൽ ഏറ്റവും ഉചിതമല്ലേ, അതല്ല ഏറ്റവും പെർഫെക്റ്റ്. പിന്നെ മുരളീധരനെ സംബന്ധിച്ച്, മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയുടെ എന്താ പറയുക, ഒരു വർഗീയതയ്ക്കെതിരെ പൊരുതുന്ന ഒരു പടയാളിയാണ്. കെ മുരളീധരൻ കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി വരെ ജയിച്ചത്. 15,000 വോട്ട് കിട്ടുന്നിടത്ത് 38,000 വോട്ട് അദ്ദേഹം പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ അക്കൗണ്ട് തന്നെ തിരുവനന്തപുരത്ത് പൊട്ടിച്ചത്. അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. തൃശ്ശൂർ ഷുവറായിട്ടും കെ മുരളീധരൻ ജയിക്കും. കേരളത്തിൽ മൊത്തത്തിൽ 20-20 അടിക്കാനാണ് സാധ്യത. 20 സീറ്റ് UDF കിട്ടാനാണ് സാധ്യത. 100% സുരേഷ് ഗോപിയാണ്. ആളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് ആൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയാൻ പറ്റിയത്? തൃശ്ശൂരിന് വേണ്ടി ഫുൾ ടൈം ആൾ തോറ്റിട്ടെന്ന് തന്നെ തൃശ്ശൂരിന് വേണ്ടി ഫുൾ ടൈം ആളിവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ തന്നെ അദ്ദേഹം ഒക്കെ പോട്ടെ, കഴിഞ്ഞൊരു മേയറുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ആൾക്ക് തന്നെ അതിന് ഫിറ്റായിട്ടൊരാളാണെന്ന്, MP അവൻ ഫിറ്റായിട്ടൊരാളാണെന്നുള്ളത്. തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രഷറുകൾ, പൊളിറ്റിക്കൽ പ്രഷറുകളുടെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ പറയലും പിന്നെ തിരുത്തലൊക്കെ. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഈ കൊല്ലത്തുള്ള സുരേഷ് ഗോപി തൃശ്ശൂർ 5 വർഷമായിട്ട് കാര്യങ്ങൾ ചെയ്യണത് ഇവിടുത്തെ വോട്ട് പ്രതിഷ്ഠ എന്നൊരു ആരോപണം മൊത്തത്തിൽ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? വോട്ട് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതൊക്കെ. അപ്പോൾ തൃശ്ശൂർ ആൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്നുള്ളതും. വടക്കുന്നാഥൻ്റെ മണ്ണിനെ ആൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി എടുക്കുന്ന 100% വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തുടരും. ഇനി തൽക്കാലം എന്തായാലും കേന്ദ്രത്തിൽ വേറൊരു ഇല്ല, നരേന്ദ്രമോദി തന്നെയാണ്.
സുരേഷ് ഗോപി ജയിച്ചാൽ മന്ത്രി ആക്കുന്നൊക്കെ ഒരു ഗ്യാരണ്ടി ഇവിടെ കേട്ടിട്ടുണ്ട്. അതൊക്കെ പൊളിറ്റിക്കലായിട്ട് അവരുടേതായ കാര്യങ്ങളല്ല, അതൊക്കെ വരട്ടെ. നമ്മുടെ ഒരു ആഗ്രഹം സുരേഷ് ഗോപി ജയിച്ച് കാണുന്നത് തന്നെയാണ്. ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കും? തൃശ്ശൂർ ആര് ജയിക്കുന്നത് ചോദിച്ചാൽ ഇപ്പോൾ പറയാനുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഒരാളായിട്ട് പറയാനൊന്നുമില്ല. അതായത് വർഗീയ കക്ഷികളല്ലാത്ത ആരാണെങ്കിലും അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും, അവർ ജയിപ്പിക്കും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എങ്കിലും ഒരാൾ മനസ്സിലുണ്ടാവുമല്ലോ വർഗീയ ഇതല്ലാത്ത ഒരാള്. അങ്ങനെ അത് വ്യക്തിപരമായ കാര്യമല്ല, അത് പുറത്തു വിടാൻ നമുക്ക് താല്പര്യമില്ല. അപ്പൊ വർഗീയത ഇല്ലാത്ത ആരെയും ജയിച്ചാലും കുഴപ്പമില്ല. ഇല്ല, ആര് ജയിച്ചാലും നാടിന് നന്മ ചെയ്യുന്ന ആരായാലും ജയിക്കണം, അതാണ് നമ്മളെ ആഗ്രഹം. കേന്ദ്രത്തില് ഒരു ഭരണമാറ്റം ഇത്തവണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഭരണമാറ്റം വേണമെന്നാണ് നിന്റെ ആഗ്രഹം. എന്താ വെച്ചാൽ എല്ലാ കൊല്ലം ഓരോരുത്തർ ഭരിച്ചാൽ പോരല്ലോ, ഒരു മാറ്റങ്ങൾ വേണ്ടേ. ഇപ്പോഴത്തെ ഭരണത്തിലൂടെ നമുക്ക് അത്ര തൃപ്തിയല്ല, പല പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾക്ക് ദ്രോഹമായ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിൽ 5 വർഷമായിട്ട് ഒരുപാട് സഹായങ്ങളും സാമ്പത്തികമായിട്ട് കുറേ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പഞ്ചായത്ത് ദത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ വോട്ടായി മാറിയ BJPക്ക് എന്തെങ്കിലും വിജയ സാധ്യത ഉണ്ടോ തൃശ്ശൂർ? അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ സഹായങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു സഹായം നമുക്ക് ഉദ്ദേശിക്കാം. സഹായങ്ങളിൽ വോട്ടായി മാറണമെന്നൊന്നുമില്ല. വോട്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു കണക്കുകൂട്ടലുണ്ട്. ആ കണക്കുകൂട്ടൽ വെച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. അത് സുരേഷ് ഗോപിക്കല്ല, അതിപ്പോൾ ഏത് പാർട്ടിക്കാരായാലും ശരി, അവർ വിചാരിച്ചാൽ അവർ വോട്ട് ചെയ്യും. അവർക്ക് അവരുടെ ഒരു കണ്ടൻസ് ഉണ്ട്, അതിലേ അവർ പോവുള്ളൂ. അപ്പോൾ ഇത്തവണ നല്ലൊരു വ്യക്തി ജയിക്കും ഇന്ന ആളെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കൊല്ലം തൃശ്ശൂർ ആരെടുക്കും? സുനിൽകുമാർ. എന്തുകൊണ്ടത്? സുനിൽകുമാർ തന്നെ നല്ല വ്യക്തി, നല്ല വ്യക്തിനെ നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യേണ്ടത്, കഴിവുള്ളവർക്ക് നോക്കി. നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യേണ്ട, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ നല്ല വ്യക്തി. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. 5-10 ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തോണ്ട് എല്ലാ കാര്യവും പോകും. ഈ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മോനാണ് കെ മുരളീധരൻ മത്സരിക്കുന്ന ആള്. ആൾക്ക് നമ്മുടെ ഈ തോട്ടം മേഖലയിലൊക്കെ ഒരുപാട് സ്വാധീനമുള്ളതാണ്. അതൊക്കെ വോട്ടായി മാറി കഴിഞ്ഞാൽ മുരളീധരൻ ജയിക്കാൻ. അങ്ങനെയാണ് കരുണാകരനല്ലേ ആദ്യം ജയിക്കേണ്ടത്, മുരളിയല്ലല്ലോ. നാടിന് ഉപകാരം ചെയ്ത ആളല്ലേ, ആളെ തോൽപ്പിച്ച കോൺഗ്രസ്സുകാർ തന്നെയാണ്. പിന്നെ എന്തൊരു മുരളി ജയിക്കില്ലേ? അപ്പൊ ഇക്കൊല്ലം പഴയ പോലെ തന്നെ വീണ്ടും രണ്ടാമത് മുരളി തോൽക്കുന്നാണ് പറയുന്നത് ഇവിടെ. രണ്ടാമതല്ല, മൂന്നാമത് നല്ല മുരളി തോൽക്കും. അപ്പൊ സുനിൽകുമാറാണ് ജയസാധ്യത. കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവും. അതിപ്പോ നമുക്ക് പെട്ടെന്നൊന്നും ആലോചിക്കേണ്ട, മറുപടി പറയേണ്ട കാര്യമല്ല. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരൊന്നും ആദ്യ ആൾക്കാരല്ലല്ലോ. അല്ല, ഭരണം മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒപ്പമുള്ളവർ ശ്രമിക്കണ്ടേ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വി എസ് സുനിൽകുമാർ ജയിക്കുന്ന 100% ഉറപ്പല്ലേ. കേരളത്തിലെ മൊത്തത്തില് ഒരു പ്രശ്ന തരംഗം എന്തായിരിക്കും? LDF തരംഗമാണ്. ഇടത്തവണ തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? മുരളി. എന്തുകൊണ്ടത്? മുരളി ഇവിടുത്തെ അടുത്ത വർഷത്തിന്റെ ഭരണം മോശമായിട്ട് കാരണം കൊണ്ട് അടുത്ത വർഷത്തിന്റെ ഭരണം മാറാൻ സാധ്യതയുണ്ട് മുരളി ജയിച്ചാൽ? മാറും. അതെങ്ങനെ? കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭരണമല്ലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളത്. അത് മറ്റേ എല്ലാ അടുത്ത വർഷം എല്ലാവരും കൂടി സഖ്യമായിട്ട് ഇന്ത്യയിൽ വരികോ. അപ്പൊ പിന്നെ ഇവിടെ LDF ജയിച്ചാലും കുഴപ്പമില്ല. LDF ജയിക്കില്ല ഇവിടെ. LDF ജയിക്കില്ല. മുരളീധരൻ ജയിക്കും. മുരളി ജയിക്കും. സുരേഷ് ഗോപി എന്തിനു സാധ്യതയുണ്ടോ? 3ാം സ്ഥാനത്ത് വരുള്ളൂ. 3ാം സ്ഥാനത്ത് വരുള്ളൂ. അപ്പോ കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി ഭരിക്കും. കേരളത്തിലെ ഏകദേശം എത്ര സീറ്റ്? 20 പിടിക്കും. 20 ഉറപ്പ്. ചരിത്രമാപ്പോ? ഉറപ്പ്. കഴിഞ്ഞ നിസ്സാര വോട്ടിന് ഞങ്ങൾ 20 പോയത്. ഒരു സീറ്റിന് പോയത് തിരിച്ചു പിടിക്കും. ഇത്തവണ തൃശ്ശൂർ ആരെടുക്കാൻ സാധ്യത? ഇവിടെ നമ്മളെ അഡ്വക്കേറ്റ് ആണ് സാധ്യത. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണ്. അതെ. അതെന്തുകൊണ്ടത്? അത് 100% ഉറപ്പല്ലേ. കാരണം എന്താണെന്നില്ലേ, ഇപ്പൊ ആള് വെറുതെ എന്തായാലും ജയിക്കില്ല. ആളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിക്കുള്ളൂ. നല്ല കാര്യം എടുത്ത് പറയാൻ പറ്റുള്ള കാര്യം എടുത്തു പറയാൻ എനിക്ക് അത്ര അറിയില്ല. ഈ സുരേഷ് ഗോപിക്ക് സാധ്യത വല്ലതും? അത് ഉറപ്പില്ലാത്തൊരു കേസാണ്. കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് തോറ്റതാണല്ലോ, അതിന്റെ ഒരു പേര് പറയണ. ചിലപ്പോൾ തോൽക്കും. ഈ കേന്ദ്രത്തിലത്തെ ഭരണം മാറാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് ഇപ്രാവശ്യം? ജയിച്ചാ മറയും. മാറണമെന്ന് ആഗ്രഹമുണ്ടോ? അത് തന്നെ കണ്ടിന്യൂ തുടർന്നാൽ മതിയോ? അത് പോരാ, എന്തെങ്കിലും ഒരു മാറ്റം വരണല്ലോ. അപ്പോൾ ഇവിടെ വി എസ് സുനിൽകുമാർ ജയിച്ച് പാർലമെന്റിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടത്തവണ തൃശ്ശൂര് ആരെടുക്കാനാണ് സാധ്യത? സുരേഷ് ഗോപി. എന്തുകൊണ്ട്? ആള് നല്ല പ്രവർത്തനമാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും ഇതുപോലെ പ്രവർത്തനം
ഇല്ല അവർ 5 കൊല്ലം ഭരിച്ചു. അവർ ഇവിടെ കാണാനേ ഇല്ല, കേരളത്തിൽ കണ്ടിട്ടില്ല. അവർ ജനങ്ങൾക്ക് അറിയില്ല ആരാ മന്ത്രി MLA എന്നൊന്നും അറിയില്ല. സുരേഷ് ഗോപി എപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ആളുടെ ഒരു പ്ലസ് പോയിന്റ് എടുത്തു പറയാൻ പറ്റിയത് എന്തുള്ളത്? ഭയങ്കര സ്നേഹവും ഭയങ്കര കരുണയും ഒക്കെയുള്ള മനുഷ്യനാണ്. പാവങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരാളാണ്. എനിക്കാണ് തൃശ്ശൂർ കൊല്ലം സുരേഷ് ഗോപി എടുക്കുന്നത് ഉറപ്പാണ്. കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവും. മോദി തന്നെ വീണ്ടും അദ്ദേഹത്തിന് വരുന്നു. ചേട്ടാ ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? തൃശ്ശൂർ ഇപ്പോൾ മുരളി ജയിക്കും. എന്താ മുരളി ജയിക്കാൻ പറയാൻ കാരണം? അടുത്ത വർഷത്തിൻ്റെയൊക്കെ ഭരണം അങ്ങനെയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭരണം നല്ലതാണോ? കേന്ദ്രത്തിൽ മോശമാണ് ഭരണം, എന്നിട്ടിപ്പോൾ ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്രം ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് മൊത്തത്തിലുള്ള. എന്ത് സഹായം? കേന്ദ്ര ഗ്യാസിന്റെ വില കൂട്ടി, പെട്രോളിന്റെ വില കൂട്ടി, അതാണ് സഹായം. ഗ്യാസും കൂട്ടി വെറുതെ കൊടുക്കേണ്ടതെന്ന് പറയേണ്ടത്. കൃഷിക്കാർക്ക് 2000 വെച്ച് അക്കൗണ്ടിലിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞേക്കുണ്ടല്ലോ. ഇപ്പൊ ഉണ്ടത് സബ്സിഡി ഉണ്ടെന്നല്ലോ ഗ്യാസിന്, അതൊക്കെ എന്ത് ചെയ്തപ്പോ അതില്ല. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണം മാറ്റം ഉണ്ടാവും. ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവും പ്രാവശ്യം. ഈ കേരളത്തിലെ ഏകദേശം UDF എത്ര സീറ്റ് കിട്ടുന്നത്? 20 കിട്ടും. 20 ഈ VS സുനിൽകുമാറിന് എന്ത് വല്ല സാധ്യത ഉണ്ടോ തൃശ്ശൂർ? 2ാം സ്ഥാനത്ത് വരും. 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു സാധ്യത ഇല്ലാന്ന് പറയണേ? അതില്ല. സുരേഷ് ഗോപി 5 വർഷമായിട്ട് തൃശ്ശൂർ കിടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഗുണം ചെയ്യില്ല. കൊല്ലത്ത് വന്നിട്ടുള്ള തൃശ്ശൂർ എന്താ ആൾക്ക് സ്വന്തം നാട് ചെയ്യണ്ട ആദ്യം, ഇവിടെ ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ ഇവിടെ മുരളീധരൻ ജയിക്കുന്നതാണ് പറയുന്നത്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.